ഗൈസ് ഗെയിമർസോൻ്റെ പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് നമ്മളെ കേവ് ലൈഫ് സീരീസിൻ്റെ. പിന്നെ ഗൈസ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ കേവ് ഉണ്ടാക്കുകയും ഇവിടെ ലൈറ്റ് ചെയ്യുകയും ഇതിൻ്റെ ഓപ്പണൊക്കെ നമ്മൾ അടച്ചു വയ്ക്കുക മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നേരം ഓഫ് ക്യാമറയിൽ നിന്ന് കുറച്ച് ഗ്രൈൻഡ് ചെയ്തു. ഒരു 2 മണിക്കൂർ ഗ്രൈൻഡ് ചെയ്തു. അത് ഇത്രയും മണിക്കൂർ ഗ്രൈൻഡ് ചെയ്ത് ഞാൻ എന്തിനൊക്കെ ചെയ്തെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് ചെയ്തത് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് സാൻഡ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സാൻഡ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു ഗുഹ കണ്ടത്. ഇതിൻ്റെ അകത്ത് ഇവിടെ നിന്ന് സാൻഡ് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി കുറച്ച് സാൻഡ് ഇവിടെ നിന്ന് എടുത്തപ്പോൾ ഇവിടെ ഒരു ഗുഹ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇവിടെ കുറേ വാട്ടറുണ്ട്. ആ വാട്ടർ ഉള്ള സ്ഥലമൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് എനിക്ക് ഫിഷിങ് ഏരിയ തുടങ്ങാൻ വേണ്ടിയാണ്. ഇവിടെ ഉണ്ട് കുറേ വാട്ടർ. എന്നിട്ട് ചെയ്തത് ഗൈസ്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് 2 സൈഡ് പോയി. അതിൽ ഒരു സൈഡ് ഞാൻ ഇവിടെ ടോർച്ച് വെച്ചില്ല, മറ്റേ സൈഡ് ടോർച്ച് വെച്ച്. മറ്റേ സൈഡ് പോകണ്ട, അവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഓക്കെ, പിന്നെ വേറെ എന്തിന് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറേ ടോർച്ച് ഉണ്ടാക്കി, കോളൊക്കെ കൊണ്ടുവന്ന് ടോർച്ച് ഉണ്ടാക്കി. പിന്നെ ഞാൻ ഈ ഗ്രൈൻഡ് പണി എന്തിനെന്ന് വെച്ചാൽ, ഇത് ഒന്നാമത്തെ ഗ്രൈൻഡ്. രണ്ടാമത്തെ ഗ്രൈൻഡ് എന്തിനെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഒരു ഫർണസും വീണ്ടും ഒരു ചെസ്റ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മളെ ഈ ഫുഡ് ഫാർമും അത്യാവശ്യം നല്ലതായിട്ട് പോകുന്നുണ്ട്. ഒരെണ്ണം നമുക്ക് അതിൽ നിന്ന് കിട്ടിയതേ ഉള്ളൂ. പിന്നെ ഗൈസ്, എനിക്കൊരു ബൂട്ട് ഒരു സോംബി ഡ്രോപ്പ് ചെയ്തതാണ്. ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ, ഫെദർ ഫ്ലെയിം 4, അൺബ്രേക്കിംഗ് 3 ഉണ്ട്. ഒരു OP സാധനമാണ് ഇത്. പക്ഷേ അത് ഉണ്ടാക്കിയിരിക്കുന്ന ഗോൾഡ് കൊണ്ടാണ്, അതുകൊണ്ട് അത്ര OP അല്ല. പിന്നെ എൻ്റെ പാരറ്റിനെ ഞാൻ തന്നെ അടിച്ചു വന്നു ഗൈസ്. ഞാൻ ഒന്നും അറിയാതെ സോംബീനെ നേരത്തെ ഇവിടെ ഇവിടെ ഒരു സോംബി എന്തൊരു കയറി. ഞാൻ ആ ഓപ്പൺ തുറന്നിരുന്നപ്പോൾ ഇവിടെ നിന്ന് സോംബി ആയിരുന്നു. ഞാൻ സോംബി അടിക്കണതിന് പകരം എൻ്റെ ആ തത്തമ്മ അടിച്ച് ഗൈസ്, പാവം തത്തമ്മ. പിന്നെ നിങ്ങൾ വന്നപ്പം തൊട്ട് കാണണമായിരിക്കും ഈ 2 അതിഥികൾ എവിടെ നിന്ന് കിട്ടിയെന്ന്. വെളിയിൽ ഇറങ്ങിക്കൂടല്ല, 2 അതിഥിയെ കിട്ടിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ആയിട്ട് വേറെ ഒരു ട്രീ ഫാം സെറ്റ് ചെയ്ത് വെയിലടിക്കാതിരിക്കാൻ ഞാൻ ഇവിടെ ഒരു റൂഫ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടും വെയിലടിക്കില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു മരം നട്ടിട്ടുണ്ട്. ആ മരം വളരുമ്പോൾ ഞാൻ ചെയ്യണത് എന്തെന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് വന്നിട്ട് ഈ ബ്ലോക്ക് പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് മണ്ടയിലോട്ട് പൊട്ടിക്കും. എന്നിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നിട്ട് തിരിച്ച് ആ ബ്ലോക്ക് ഇങ്ങനെ വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഇവിടെ കുറച്ച് ഓപ്പണിംഗ് ഉണ്ട്. ചൂടെന്ന് വെച്ചാൽ 5 ചൂടാണ്. പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു 3 മരം ഇവിടെ നിന്ന് കിട്ടി. പക്ഷേ അകത്ത് നട്ട മരം വളർന്നില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വില്ലേജർ വന്നത്. ഈ വില്ലേജർ വന്നപ്പം അവൻ്റെ മറ്റേ ഒരു 2 പന്നികൾ എന്തൊരു സാധനം ഉണ്ടല്ല, അവനെ ഞാൻ അവനെ കൊന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരിതും കിട്ടി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇവനെ പോലത്തെ 2 പേര് വന്നു. ഫസ്റ്റ് ഒരാൾ വന്ന് അവൻ്റെ അവൻ ഇവിടെ തന്നെ വന്നത്. അവനെൻ്റെ എൻ്റെ പേര് ഒരു കുതിര പോലത്തെ സാധനം ഉണ്ടല്ലോ, അവനെ കൊന്നപ്പോൾ എനിക്ക് 2 സ്ട്രിങ് കിട്ടി. അതിൽ നിന്ന് ഒരു സ്ട്രിങ് ഞാൻ താഴോട്ട് എക്സ്പ്ലോറിന് പോയപ്പോൾ അവിടെ പോയി കളഞ്ഞ്. പിന്നെ രണ്ടാമത് വന്നതാണ് ഇവൻ വന്നപ്പോൾ അവൻ്റെ 2 പേരെ ഞാൻ കൊന്നപ്പോൾ 2 സ്ട്രിങ് കിട്ടി. 2 സ്ട്രിങ് അല്ല, 2 ഈ കെട്ടിയിടുന്ന സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയപ്പോഴാണ് ഞാൻ ഇവൻ്റെ ട്രേഡ് നോക്കി. ആദ്യം വന്ന ആളുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. ഇവൻ്റെ ട്രേഡ് നോക്കിയപ്പം ഗൈസ് ഞെട്ടിപ്പോയി. വാട്ടർ ബക്കറ്റ് ഇത് കൊടുത്താൽ 1 എമറാട്ട് കിട്ടും. വാട്ടർ ബോട്ടിൽ കൊടുത്താൽ 1 എമറാട്ട് കിട്ടും. അല്ലാതെ ഇത് കൊടുത്താൽ വേറെ 1 എമറാട്ടും കിട്ടും. പിന്നെ ഗൈസ് 9 എമറാട്ട് കൊടുത്താൽ അൺബ്രേക്കിംഗ് 2, എഫിഷ്യൻസി 2 ഉള്ള ഒരു അടിപൊളി അയൺ പിക്കാക്സും കിട്ടും. അതിന് വേണ്ടിയാണ് ഇവനെ ഞാൻ പൂട്ടിയിട്ടത്. പിന്നെ എനിക്ക് ഒരു ചെറിയ ഫുഡ് ഫാർമും പിന്നെ വൂള് ഫാർമും ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഷീപ്പിനെ കൂടെ പിടിച്ചിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയില്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ടിരുന്നപ്പം തന്നെ ഒരു ഷീപ്പ് ഇവിടെ വന്ന് ഇങ്ങോട്ട് വന്ന് നിന്ന്. അപ്പം ഞാൻ നേരെ ഇവിടെ പോയി ആ സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് കെട്ടണ സാധനം കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവൻ താനെ ബോട്ടിൽ കയറിയിരുന്നു ഗൈസ്. ഓക്കെ, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. പിന്നെ ഗൈസ് ഞാൻ കുറച്ച് എക്സ്പ്ലോറിന് പോയി. 6 അയൺ ഉണ്ടല്ലോ, അയൺ കിട്ടി. അതിൽ നിന്ന് ഞാൻ ഒരു ബക്കറ്റ് ഉണ്ടാക്കുന്നു ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യണത് വേറെ ഒന്നുമല്ല, ഞാൻ ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സും ഉണ്ടാക്കണം. ഇൻഫിനിറ്റി വാട്ടർ സോഴ്സും
പിന്നെ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സും വേറെ എന്തിനാണ് ഉണ്ടാക്കാനുള്ള ഇവിടെ നല്ല കോബിൾ സ്റ്റോൺ ഉണ്ട്. മറ്റേ ഈ സ്റ്റോൺ ഉണ്ടല്ല, ഈ സ്റ്റോൺ എനിക്ക് കുറച്ച് കിട്ടി. പിന്നെ ഞാൻ ഇതിന് പോയപ്പോൾ എനിക്ക് കുറേ ചാർക്കോളും കിട്ടി. ആ ചാർക്കോളിനെ ഞാൻ എന്താണ്ട് അതും കോബിൾ സ്റ്റോണും സ്പെൽറ്റ് ചെയ്തപ്പോൾ എനിക്ക് സ്റ്റോൺ കിട്ടി. ഇനി നമ്മൾ അങ്ങോട്ടുള്ള ബിൽഡ് മൊത്തം സ്റ്റോണും മറ്റേ വുഡും വെച്ചിട്ടായിരിക്കും മെയിനായിട്ട്, വുഡും പിന്നെ ഗ്രാസും വെച്ചിട്ടായിരിക്കും മെയിനായിട്ട് തുടങ്ങണത്. ഓക്കെ, പിന്നെ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ 4 കോബിൾ സ്റ്റോൺ എടുത്തിട്ട് നേരെ പോയി. അയ്യോ അതാര്? ഓ എൻ്റെ മോനെ, അയ്യോ അയ്യോ, ഡേ ഇവ എവിടെ നിന്ന് കുതിച്ചു വന്ന്? അയ്യോ, എൻ്റെ ഷീപ്പിനെ ഞാൻ കൊന്നല്ല പട്ടി. അവന് കൊല്ലാൻ പറ്റൂല. ഇവൻ മറ്റേ ഇൻവിസിബിൾ പോഷൻ കുടിക്കും. അതുകൊണ്ട് ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഷീപ്പിനെ കൊന്ന്. അവൻ എവിടെ നിന്ന് വന്നേടി? ഞാൻ ഡോറ് തുറന്നിട്ട് വെളിയിൽ നിന്ന് വന്നതവൻ. എൻ്റെ ഹാർട്ടും പോയി ചുമ്മാ. ഓക്കെ, വേറെ എന്തിനൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കട്ടെ. ഞാൻ കുറേ ഫുഡ് ഞാൻ സ്മെൽറ്റ് ചെയ്തിട്ട് കഴിക്കാം. എൻ്റെ ഷീപ്പിന് ഞാൻ എവിടെ പോകുമെന്തോ. ഞാൻ ഒരു ഫിഷിംഗ് ഫാം തുടങ്ങാനാണ് നോക്കുന്നത്. അയ്യോ, എല്ലാം കൊണ്ടുപോയി ഞാൻ വെച്ച്. ഇവിടെ പൊട്ടാ, ആദ്യം ഒരു ഇതുണ്ടാക്ക് നേരെ എന്തിനായിരുന്നാ ഇതുണ്ടാക്കിയിട്ട് ബാക്കി ചെയ്യും. ഓക്കെ, എന്തിനെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫിഷിംഗ് ഫാം തുടങ്ങാൻ പോകണം. അതിൽ നിന്ന് എനിക്ക് കുറേ എൻചാൻറ്റിങ് ബുക്കും കിട്ടും. ഞാൻ കുറച്ച് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് നോക്കി ക്രിയേറ്റിവിറ്റി വേൾഡിൽ. ഇതിലല്ല, വേറെ ഒരു വേൾഡ് തുടങ്ങിയിട്ട് അവിടെ ഞാൻ തന്നെ വേറെ ഒരു ട്യൂട്ടോറിയൽ നിന്ന് കണ്ടുപിടിച്ച ഒരു മറ്റേ എന്തിനായിരുന്നു ഓട്ടോമാറ്റിക് ഫിഷിംഗ് ഫാമും ഞാൻ കണ്ടുപിടിച്ച വേറൊരു ഓട്ടോമാറ്റിക് ഫിഷിംഗ് ഫാമും എല്ലാം കൂടെ ചേർത്ത് ഒരു ഓട്ടോമാറ്റിക് ഫിഷിംഗ് ഫാം എനിക്കറിയാം. പക്ഷെ അതിന് ഒരു പ്രത്യേകത എന്തിരുന്ന് വെച്ചാൽ എനിക്ക് മൈൻകാർട്ട് വിത്ത് ഹോപ്പർ വേണം. എന്നാലേ അത് സ്പീഡിൽ വർക്കാവുള്ളൂ. അല്ലെങ്കിൽ മൈൻകാർട്ട് ഹോപ്പർ മതി. പക്ഷെ ഹോപ്പർ ഉണ്ടാക്കണമെങ്കിൽ 5 അയൺ പീസ് വേണം. അതിന് ഞാൻ എവിടെ പോകും? എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പം തന്നെ എത്ര അയണുള്ളൂ? ബക്കറ്റ് ഞാനില്ലേ, ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കട്ടെ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു വാട്ടർ സോഴ്സ് അങ്ങ് ഉണ്ടാക്കിയാലേ. അത് തന്നെ ഗൈസ്, ഞാൻ ഇതങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ഇതും അങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് ഞാൻ ഒരു ബക്കറ്റ് വെള്ളം അങ്ങ് എടുത്ത് തീർന്നില്ലേ? ഇനിയും ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അത് ഞാൻ മാറ്റി. എന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം. ഓക്കെ, ഇവിടെ ഞാൻ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ ബക്കറ്റ് ഇല്ലേ? ഓക്കെ, മതി. ഇനി നമ്മളെ ബക്കറ്റ് കൊണ്ടുപോയി അവിടെ വെച്ചേക്കാം. സ്റ്റിക്ക് കൊണ്ടുപോയി വെക്കാം. ഇത് ഭയങ്കര മെയിൻ സാധനമാണ്. എൻ്റെ കയ്യിൽ ഫുഡും ഇല്ലല്ലോ. ഫുഡ് സ്മെൽറ്റായി കാണും. മാക്സിമം ചാവാതെ കളിക്കാനാണ് ഞാൻ നോക്കുന്നത്. കുറേ പ്രാവശ്യം ചത്ത്. നീ ഇൻവിസിബിൾ പോഷൻ കുടിച്ച് എങ്ങനെയെങ്കിലും ഹീലാവണേ. അവൻ വരുമ്പം എനിക്ക് ഇൻവിസിബിൾ പോഷൻ്റെ ട്രേഡ് വരുന്നുണ്ട്. 5 എമറാട്ടാണ്. അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ ആവശ്യം വരുമായിരിക്കും. ഓക്കെ, ഞാൻ ഇതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യം എന്തിനാണ് വാൾ ആവശ്യമുണ്ട്. അത് നമുക്ക് തൽക്കാലത്തേക്ക് വുഡൻ മതി. വേറെ സോഡ് എടുക്കാനുള്ള ആവശ്യമൊന്നും ആയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ താഴോട്ടേക്ക് പോവാം. പിന്നെ ഞാൻ ഇവിടെയായിട്ട് വേറൊരു ഇതും കൂടെ തുടങ്ങിയതല്ല, ഇവിടെ ആയിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്പും കൊണ്ടുവച്ച്. പിന്നെ ഇവിടെ ഞാൻ കുറേ എക്സ്പ്ലോറിങ് ചെയ്തപ്പോൾ ഒരു വില്ലേജർ സോംബി വരുന്നു. അമ്മമാർക്ക് വേറെ പണിയില്ല. ഇവിടെ എക്സ്പ്ലോറിങ്ങും ചെയ്ത് പിന്നെ ഞാൻ ചെയ്തത് വേറെ എന്തൊരു അമ്മമാർ വീണ്ടും വരണം. അമ്മമാരെ ഇങ്ങനെ അടിച്ചിടാം ഗൈസ്, കുഴപ്പമില്ല. സ്കെൽറ്റനാണ് സീൻ ഗൈസ്. കണ്ട സ്കെൽറ്റൻ തന്നെ റീച്ച് ആവും. സ്കെൽറ്റൻ തന്നെ റീച്ചായി ഗൈസ്. ചത്തുപോയി ഗൈസ്. അവിടെ സ്പൈഡറുണ്ട്. സ്പൈഡറിനെ എനിക്ക് നല്ല ആവശ്യമുണ്ട് ഗൈസ്. അമ്മമാർ ഇവിടെ നിന്ന് കയറി വരുമെന്തോ. കയറി വന്നാൽ തീർന്ന് സഫാനെ, തീർന്ന്. അമ്മമാർ കയറി വരാതിരിക്കാൻ പ്രാർത്ഥിക്കടാ. അമ്മമാർ കയറി വന്നാൽ ഭയങ്കര സീന. എടാ, എൻ്റെ വാളും എടുത്തോണ്ടിരിക്കണ്ടാ സോംബി. ഓട്. അയ്യോ, എനിക്ക് വയ്യേ. ഓട്. ഇവിടെ എവിടെയെങ്കിലും അയണാണ് തപ്പി വന്നത് ഞാൻ. എല്ലാം കുടുംബം. അയൺ കിട്ടി ഗൈസ്. ഇവിടെ ഇട്ട് കുറച്ച് അയൺ ഇരിക്കുന്നു. അയൺ തന്നെ ഗൈസ്.
നമുക്ക് കണ്ട് ഇവിടെ നിന്ന് അയൺ എടുത്തിട്ട് എങ്ങനെങ്കിലും മണ്ടയിലോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ ഗൈസ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു അയണേ കിട്ടിയുള്ളൂ. വെറുതെ ഇങ്ങോട്ട് വന്നു ഗൈസ്. അതിൻ്റെ മണ്ടയിൽ ഒരു അയണുണ്ട്. ഞാൻ ഇല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റണ പോലെ കുറച്ച് ലൈറ്റ് ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല, എനിക്കേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണമായിരിക്കും കുറച്ചും കൂടെ. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ പൊട്ടിച്ച് ഇത്ര തന്നെ. ഇത്രേ ഉള്ളൂ, ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു അയണുണ്ട്. എനിക്ക് 5 അയൺ പീസാണ് ആവശ്യം. ഇപ്പം മൊത്തം 6 വീട്ടിൽ 3 എന്തിനും ഉണ്ട്. ഓക്കെ, ഇത്ര മതി. ഒരു മൈൻക്രാഫ്റ്റ് കിട്ടും. മൈൻക്രാഫ്റ്റ് സോറി, എന്നെയും കൂടെ തെറ്റിപ്പിച്ച്. ഞാൻ എങ്ങനെയും വീട്ടിൽ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. അവന്മാർ ഡീസ്പോണായി പോയിരുന്നെങ്കിൽ അത്രയും നല്ലത്. ഓട്. അവന്മാർ ഡീസ്പോണായി പോയി. കുറച്ച് പേര് ഡീസ്പോണായി പോയി ഗൈസ്. അയ്യോ, ഡീസ്പോണല്ല, കുന്തം. എടേ ആ സോംബിയെ വെടിവെച്ചിരുന്നു. സോംബിയെ വെടിവെച്ച്. ഇനി സോംബി അവനെ കൊന്നു. സോംബി അവനെ തന്നെ കൊന്നു. ഇല്ലേ ഗൈസ്, ആ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അത് ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കിടന്നുറങ്ങാം. ഇവിടെ വീണ്ടും സോംബി വന്ന് ഞാൻ അവനെ അടിച്ചു കൊന്നു. ഞാൻ താഴെ നിന്നാണ് ഗൈസ് അത് ആ സോംബീസ് കയറി വരണം. ഞാൻ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിരുന്ന് സ്മെൽറ്റ് ആയിരുന്നെങ്കിൽ ഒരെണ്ണമായി. ഞാൻ ഓട്ടോമാറ്റിക് ഫിഷിംഗ് ഫാർം ഉണ്ടാക്കാൻ നോക്കണം. അതിൻ്റെ ഉള്ള സാധനങ്ങൾ എടുക്കട്ടെ. ഓക്കെ, അതിനൊരു ഫിഷും കൂടെ ഉള്ള വേണം ഗൈസ്. അതിന് ഒരു ഫിഷ് വിത്ത് വെള്ളം വാട്ടർ ബക്കറ്റിലും മീനും വേണം. അതിന് ഞാൻ വേണ്ട ഗൈസ്, വേണ്ട. ഞാൻ ഡെഡ് ബോഡി ആയപ്പോൾ ഞാൻ അവിടെ നല്ല സ്പോണായത്. അപ്പം ഇങ്ങോട്ട് ഓടി വരാൻ നേരത്ത് അങ്ങോട്ടായിട്ട് ഇപ്പം ഇവിടെ എന്താ ഉണ്ടായേ? ആരാ പടക്കം പൊട്ടിച്ചേ? മോനെ വിഷ്ണു, ഇവിടെ ഇതെന്തൊരു ക്രീപ്പമ്പോ. ചൂട് ക്രീപ്പറെ പൊട്ടിത്തെറിച്ചോ? വെയിൽ എനിക്ക് വെളിയിറങ്ങാൻ പറ്റൂല. എൻ്റെ മോനെ സൂക്ഷിച്ച്. ഞാൻ വെളിയിറങ്ങിയതല്ല, അവിടെ മറ്റേ പില്ലർ ഇരിക്കണമെന്നുള്ള ഒറ്റ വിശ്വാസത്തിന് ഞാൻ ഒന്ന് ഇറങ്ങിയതാണ് ഈ സംഭവം. ക്രീപ്പർ വാണിങ്ങി വന്ന് ഇറങ്ങിപ്പോലടാ. നീ ഇറങ്ങിയ നിൻ്റെ അന്ത്യമായിരിക്കും. എടാ, ഡോറെവിടെ? ഇന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങില്ല. അതേപോലെ ഈ സൈഡിൽ ഞാൻ കുറച്ച് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്, ഫിഷ് ഉണ്ടാകുന്നു. അതേപോലെ വെള്ളവും കൂടെ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരണം ഗൈസ്. പോയി വന്ന് ഗൈസ്. വീണ്ടും ആണ് നമുക്ക് ഇവിടെ നിന്ന് ഗൈസ്. ഞാനേ ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് വന്നപ്പോൾ ഇവിടെയാണ് ഇങ്ങോട്ട് നല്ല ഞാൻ മറ്റേ വെള്ളം ഇരിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ കുഴിച്ച് വന്നപ്പോൾ ഗൈസ്, അവിടെ അല്ലേ വാട്ടർ ഇതുള്ളതെന്ന് ഞാൻ പറഞ്ഞത്, ബീച്ച്. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു അയൺ കിടക്കണം ഗൈസ്. ഞാൻ അതങ്ങ് എടുക്കണം. ഒന്നല്ല 2 എണ്ണം ഉണ്ട്. എന്നാൽ അതും കൂടെ എടുക്കാം. ഓക്കെ, ഇത്ര ഉള്ളൂ എന്ന് തോന്നുന്നു. മതി, ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് ഇവിടെ ഡയറക്റ്റ് വയ്ക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഒന്നും കൂടെ പോട്ടെ ഗൈസ്. ഞാൻ ബീച്ചിൻ്റെ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. അയ്യോ, ഇത് ഞാൻ അങ്ങ് തോന്നുന്നില്ലേ. അപ്പോൾ ഒരു ലെവലും കൂടെ താഴോട്ട് പോകണോ? എനിക്ക് സാൻഡും കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് വാട്ടർ ബോട്ടിലുണ്ടാക്കി ആ വില്ലേജറിന് വെള്ളത്തിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ മീൻ കാണും, പക്ഷെ രാത്രിയാണ്. നമുക്ക് രാവിലെ വരാം. ഞാൻ നല്ല ദൂരം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെയിരുന്നത്. ഞാൻ ഇവിടെ വെള്ളത്തിൻ്റെ അംശം കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഞാൻ ഒന്ന് പോയി കിടന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം ഗൈസ്. കുഴിച്ച് കുറച്ച് ആഴത്തോട്ട് വന്നിട്ടുണ്ട്. ഉറങ്ങി രാവിലെ ചെറിയ വെള്ളം വരണം ഗൈസ്. ഇനി പൊട്ടിക്കാനൊക്കെ പാടായിരിക്കുന്നില്ലേ. അതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ടൊരു ശ്വാസം എടുക്കാൻ വേണ്ടി മണ്ടയിൽ പൊങ്ങി ശ്വാസം എടുക്കാൻ എനിക്ക് പറ്റൂല. ഇവിടെ വന്നാലേ എനിക്ക് ശ്വാസം തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി മീനിനെ വല്ലതും കിട്ടണമെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ വിചാരിച്ച പോലെ ഇതത്ര വലിയ ഇതൊന്നും അല്ല. ഇതൊരു ചെറിയ പുഴയെന്ന് പറയാം. പിന്നെ ഗൈസ്, ഇവിടെ നിന്ന് എനിക്കൊരു സാധനം കിട്ടി. അത് സോംബി ഡ്രോപ്പ് ചെയ്തതെന്ന് തോന്നുന്നത്. ഒരു അയൺ സോഡ്. നിങ്ങളിത് ചീറ്റിംഗ് എന്നൊന്നും പറയില്ല. ഞാൻ വേണമെങ്കിൽ സെറ്റിങ്സ് കയറി കാണിച്ചു തരാം. കണ്ട, ഞാൻ വേണമെങ്കിൽ ക്രിയേറ്റിവിറ്റി ഓണാക്കാൻ നോക്കുമ്പോൾ കണ്ട, ഞാൻ ഇതുവരെ ഓണാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അത് ചോദിക്കണേ. എൻ്റെ അടുത്ത് ഓണാക്കണോ, നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടോയെന്ന് വരെ എൻ്റെ അടുത്ത് ചോദിക്കണം. അതുകൊണ്ട് ഞാൻ ക്രിയേറ്റിവിറ്റി ലെവൽ ഓണാക്കിയിട്ട് പോലും ഇല്ല. ഇത് എൻ്റെ അമ്മയാണ് സത്യത്തിന് മണ്ടേ കിടന്നതാണ്. മണ്ടയിലെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ
ഈ വെള്ളത്തിൻ്റെ മണ്ടയിൽ ഞാൻ നോക്കിയപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നു. അപ്പോൾ നമുക്കിത് അടച്ച് പൂട്ടാം. ഇവിടെ നിന്ന് ഒന്നും കിട്ടാനൊന്നുമില്ല. ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമുക്കിന്ന് തിരിച്ച് പോവാം. ഈ ശവല് കിട്ടിയത് നന്നായി ഗൈസ്. ഇവിടെ നിന്ന് കുറച്ച് ഇത് കൊണ്ടുപോട്ടെ ഗൈസ്. അതാകുമ്പോൾ അവന് ട്രേഡിങ് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ബാക്കി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാനങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന വില്ലേജർ ഇവിടെ ബെസ്റ്റ്. വെറുതെ സാൻഡും കൊണ്ട് വന്ന് ഗൈസ്. വില്ലേജർ പോയി. വില്ലേജറിൻ്റെ പാടും നോക്കി പോയി. പോയാ? പോയി ഗൈസ്. വില്ലേജറും പോയി, ആടും പോയി. ഇനി എൻ്റെ കൂട്ടിന് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കുണ്ട്. സ്മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെ. നേരത്തെ കിട്ടിയ അയൺ ഞാൻ ഇവിടെ കൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുക്കാം. ഇവിടെ കൊണ്ട് ബാക്കി ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം. ഓക്കെ, നമ്മൾ ഇത് ഉണ്ടാക്കണം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് പെർമനൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്റ്റോൺ ഉപയോഗിച്ചായിരിക്കും ഇത് ഞാൻ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ഇത് വേണം, പിന്നെ ഒരു ചെസ്റ്റ് വേണം. പിന്നെ ഞാൻ വേണ്ട ഇവിടെ നോക്കിയപ്പോഴെന്നില്ലേ ഗൈസ്, കണ്ട ഇവിടെ ആ മരം വളർന്നതുപോലെ എനിക്ക് തോന്നി. ഇങ്ങോട്ടൊന്ന് ഓക്കെ ഇതിൻ്റെ ലെവലിൽ എനിക്ക് ആ മരം വളർന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്തോട്ടെ ഗൈസ്. മറ്റേ ഹണീൻ്റെ മറ്റേ സാധനവും കൂടെ ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ ഇത് പൊട്ടിച്ചെടുത്തോട്ടെ. ഇതാവരണം ഗൈസ്. 5 എണ്ണം കിട്ടി. ഇനി അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തിനെന്ന് പറയാം. ആദ്യം നമുക്ക് ഒരു ഹോപ്പർ ഉണ്ടാക്കണം. അതിന് വേണ്ടി ചെസ്റ്റ് വേണം ഗൈസ്. ചെസ്റ്റിന് നമുക്ക് ചെസ്റ്റ് എളുപ്പം തന്നെ ഉണ്ടാക്കണത്, പക്ഷേ അതിന് വുഡ് ആവശ്യമുണ്ട്. ഓക്കെ, 2 ചെസ്റ്റ് വേണം ഗൈസ്. അത് അടുത്ത പ്രയാസം. 2 ചെസ്റ്റ് എവിടെ നിന്ന് എടുക്കാൻ? ഓക്കെ, 2 ചെസ്റ്റ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സോടെ. എന്നിട്ട് അയ്യോ 2ഒന്നും അല്ല, ഇനിയും വേണം. കിടക്കട്ട്, കുഴപ്പമില്ല. 2 ചെസ്റ്റ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഹോപ്പർ ഉണ്ടാക്കണം. മൈൻ കാർട്ട് ഉണ്ടാക്കാൻ ഇത്ര എണ്ണം വേണം, പക്ഷെ അത് എനിക്കിപ്പം പറ്റൂല. ഒരു ഹോപ്പർ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫിഷ് സെറ്റ് ചെയ്യണ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതെടുക്കണം, കോബിൾ സ്റ്റോൺ എടുക്കണം. എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് ഇവിടെ ആയിരിക്കും ഞാൻ ഫിഷിംഗ് പോട്ട് സെറ്റ് ചെയ്യാൻ പോണത്. ആദ്യം നമുക്ക് ഇങ്ങോട്ടായിട്ട് ഒരു ചെസ്റ്റ് ഇവിടെ വയ്ക്കണം. എന്നിട്ട് ആ ചെസ്റ്റിൻ്റെ സൈഡിൽ ആ ട്രാപ്പ് ഡോർ ഉണ്ടാക്കണമല്ലോ ഗൈസ്. ഇനി ഞാൻ എന്തിനാ ഇത് ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം? അയൺ കൊണ്ട് ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയാലും പറ്റത്തില്ലല്ലോ. ആകപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. അത് ട്രാപ്പ് ഡോറിന് വരെ ബ്ലോക്ക് വെച്ചാൽ ശരിയാവോ? ട്രാപ്പ് ഡോറിന് വരെ ബ്ലോക്ക് വെച്ചാൽ അത് ശരിയാവാനുള്ളതാണ്. നമുക്ക് നോക്കി. ഇത് മറ്റേ ഇതുണ്ടാക്കണത് എങ്ങനെ ഗൈസ്? ഇതിലായിരുന്നു സൈൻ ബോർഡ് ഉണ്ടാക്കണത്. ഒരു സ്റ്റിക്ക് വേണം. 3 എണ്ണം ഉണ്ടാക്കിയിട്ട് 2 വുഡ് പീസും കൂടെ വേണം ഗൈസ്. എൻ്റെ കയ്യിലില്ല. ഞാൻ കുറച്ചും കൂടെ ഗ്രൈൻഡ് ചെയ്യട്ടെ ഗൈസ്. വരണം ഗൈസ്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണു. ഞാൻ വെളിയിൽ നിന്ന് വേറെ ഏതെങ്കിലും മരം മുറിച്ചുകൊണ്ട് വരാം. പക്ഷെ അത് എങ്ങനെയും പോണതല്ല. ഞാൻ പോണത് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഫുള്ള് സ്ലാബ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മരം ഇരിക്കണ അടുത്തോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോകും ഗൈസ്. അതാണ് എൻ്റെ ഐഡിയ. ഞാൻ ഒന്ന് അതുവരെ എത്തിയിട്ട് ബാക്കി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ വുഡ് പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട്. എത്ര എണ്ണമായി? 18 എണ്ണം ആയിട്ടുണ്ട്. ഞാൻ എവിടെ നിന്ന് എടുത്തതെന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്ന് ബ്രിഡ്ജ് ചെയ്ത് ഇങ്ങോട്ടൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ടയിലോട്ട് ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് അതെന്നില്ലേ ഇവിടുത്തെ ബ്ലോക്ക് ഞാൻ പൊട്ടിച്ചെടുത്ത് ബ്ലോക്ക് ഇത്ര ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് ഈ ബ്ലോക്ക് എൻ്റെ തലയിലുള്ളതുകൊണ്ട് ഇത് മറ്റേ UV ലൈറ്റ് ഇങ്ങോട്ട് അടിക്കത്തില്ല. ഇങ്ങോട്ട് പോയിട്ട് ഇവിടുത്തെ മരം പൊട്ടിച്ചെടുത്ത് ഇനി അവിടെ ഇരിക്കുന്നു. പക്ഷേ നമുക്ക് ഇത്ര മതിയായിരിക്കും ഇപ്പോഴത്തേക്ക് ഇത്ര മതി. പിന്നെ നമുക്ക് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഓടാൻ പറ്റും. ഇനി നേരെ ഞാൻ ഇവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് ചാടി. പിന്നെ ഗൈസ് അങ്ങനെ 13 വുഡ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നിന്ന് പോയിട്ട് അതിനെ പോക്ക് ബ്ലാങ്ക് ആക്കിയാൽ മതി. ഓക്കെ, തോനെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തിനെന്ന് പറയാം.
1 2 ഓക്കെ 4 ഇത് എന്നില്ല, ഞാൻ കാണിച്ചു തരാമേ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ഗൈസ്. ഇത്ര മാത്രം മതി അതുണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഷീൽഡ് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഷീൽഡ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇനി നമ്മൾ കണ്ട ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വെച്ച ചെസ്റ്റിൻ്റെ ബാക്കിലായിട്ട് ഒരെണ്ണം കണ്ട ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം കണ്ട ഇവിടെ, വേറെ ഒരെണ്ണം ഇവിടെ. ഇങ്ങനെ 3 ട്രാപ്പ് ഡോർ വെച്ചിട്ട് അതിനെ നമ്മളിങ്ങനെ പൊക്കണം. എന്നിട്ട് നേരെ ഇതിൻ്റെ ബാക്ക് ഇവിടെ വന്നിട്ട് ഇത് സ്വിച്ച് ചെയ്ത് ഇവിടെ ക്രൗച്ച് ചെയ്തിരുന്നുകൊണ്ട് ഇവിടെ ഒരെണ്ണം, എന്നിട്ട് ക്രൗച്ച് ചെയ്ത് ഇട്ടിട്ട് പിന്നെ ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരെണ്ണം ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ. ഓക്കെ, എന്നിട്ടും ചെയ്യാനുള്ളത്, എന്നിട്ട് നേരെ പോയിട്ട് എവിടെ ബക്കറ്റ് എവിടെ ഗൈസ്, ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യം കഴിഞ്ഞ് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ആദ്യം ഞാൻ ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഇവിടെ ഉണ്ടാക്കിക്കോട്ടെ ഗൈസ്. ഇവിടെ നിന്ന് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി ഒന്ന് ഇവിടെ ഒഴിക്കാം, പിന്നെ ഒന്ന് വേണ്ട ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ പോരെ. ഒന്ന് വേണ്ട ഇവിടെ നിന്ന് എടുത്തിട്ട് വേണ്ട ഇത് ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിക്കണം. അവിടെ ഫിഷുള്ള ബക്കറ്റാണ് ആവശ്യം, അതിൻ്റെ ഇല്ല. പിന്നെ ഒരെണ്ണം ക്രൗച്ച് ചെയ്ത് ഇതിനോട് ജോയിൻ്റ് ഇരിക്കണം. ഓക്കെ, എന്നിട്ട് 1 2 3 ബ്ലോക്ക് താഴോട്ട് പോകണം ഗൈസ്. നമ്മളിപ്പോൾ എത്ര ബ്ലോക്ക് താഴ്ചയുള്ളതായിരുന്നു? ഞാൻ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങട്ടെ. 1 2 3 3 ബ്ലോക്ക് മതി, 3 മതി. എന്നിട്ട് ഒരു ഡബിൾ ചെസ്റ്റിൻ്റെ മണ്ടേ വെച്ചിട്ട് ഒരു ഹോപ്പർ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ വയ്ക്കണം. പക്ഷെ എൻ്റെ കയ്യിൽ മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ ഇല്ല. എന്നിട്ട് നമുക്ക് കൊണ്ടുവന്ന സ്ലാബ് എടുത്തിട്ട് ഇവിടെ വയ്ക്കാം. ഇത് ഞാൻ ഒരു ഫാൻസി ഡിസൈനിങ്ങിന് വേണ്ടിയാണ് വെക്കണത്. ഇനി നമുക്ക് ചൂണ്ട ഇടണം ഗൈസ്. പക്ഷേ ചൂണ്ടയ്ക്ക് ഞാൻ എവിടെ പോവും? എൻ്റെ കയ്യിലാണെങ്കിൽ ചൂണ്ടയില്ല ഗൈസ്. ഞാൻ ഒന്ന് ചൂണ്ട ഉണ്ടാക്കിയിട്ട് ബാക്കി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. താഴെ പോയി കുറച്ച് ഫൈറ്റൊക്കെ ചെയ്യണം. വരണം ഗൈസ്. ഇവിടെ ടോർച്ച് വെച്ചുകൊണ്ടാണെങ്കിൽ ഒരുത്തനും സ്പോൺ ആവണില്ല. ഞാനാണെങ്കിൽ കുറേ നേരം കൊണ്ട് ഇവിടെ കറങ്ങുന്നുണ്ട്. ഇവിടെ അയൺ ഇരിക്കുന്നത്, അയൺ കൊണ്ടുപോകാനാണെങ്കിൽ എൻ്റെ കയ്യിൽ പിക്കാക്സും ഇല്ല, അതെല്ലാം പൊട്ടി. ഇനി ഞാൻ എങ്ങനെ മണ്ടയിലോട്ട്? ഓക്കെ, ഞാൻ ഇന്ന് രാത്രി ആവണ വരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ ഗൈസ്. സ്പൈഡർ കിട്ടി, സ്ട്രിങ് ഡ്രോപ്പ് ചെയ്തില്ല, പൊട്ട സ്പൈഡർ ഗൈസ്. നീണ്ട നേരത്തെ ശ്രമത്തിന് ശേഷം എനിക്ക് സ്ട്രിങ് കിട്ടിയിട്ടുണ്ട്. 2 കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എവിടെ പോയിന്ന്. ഞാൻ രാത്രി ആയതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കണമെന്ന് നോക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയത് ഗൈസ്. അത്രമാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാം കൂടെ എന്നെ അടിച്ച് ഞാൻ പോയി. എൻ്റെ കയ്യിലുള്ള മിക്ക സാധനങ്ങളും പോയി. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ ഇത് ഫിഷ് ഇട്ടുമ്പം കിട്ടിക്കോളും. എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനവും ഞാൻ എടുത്തൊന്ന് ഇതിലോട്ട് വെക്കട്ടെ ഗൈസ്. എൻ്റെ കയ്യിൽ കുറച്ച് ബോണും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് ആവശ്യം വരുമോയെന്ന് ചോദിച്ചാൽ വരും, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല, അത്ര തന്നെ. ഓക്കെ, ഇനി നമുക്ക് സ്ട്രിങ് ഉണ്ടാക്കാം. സ്ട്രിങ് അല്ല, ഇനി നമുക്ക് ഇതുണ്ടാക്കാം. ഏത് ഫിഷിംഗ് റോഡ് ഉണ്ടാക്കാം. അതവിടെ ഒരു ഫിഷിംഗ് റോഡ് ഞാൻ ക്രാഫ്റ്റ് ചെയ്ത്. ഇന്ന് ഈ മെഷീൻ എങ്ങനെ വർക്കാവേണ്ടതെന്ന് പറഞ്ഞു തരാം. ആദ്യം ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് നേരെ നോക്കിക്കൊണ്ട് ഫിഷ് ചെയ്യണം. അപ്പോൾ അത് അവിടെ പൊങ്ങി നിൽക്കും. എന്നിട്ട് അത് ഇപ്പം അതിൽ മീൻ കിടക്കുന്നില്ലാത്തതുകൊണ്ട് പയ്യെ വരെയുള്ളൂ, സമയം എടുക്കും. അത് സമയം എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. അത് വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ്ട് ഫിഷ് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ സമയത്തിന് ഫിഷ് പിടിച്ചില്ലെങ്കിൽ അത് പോകുന്നില്ലേ. പക്ഷെ നമ്മൾ ഇവിടെ നിന്നിട്ട് അത് താനെ താഴെ വീഴുമ്പോൾ അത് ഹോപ്പറിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിഷ് ഇങ്ങനെ വലിക്കുമ്പം നമ്മളെ കയ്യിൽ പോയിൻ്റ് കിട്ടും. പക്ഷെ അത് വരണ മീനൊക്കെ ചെന്ന് നിൽക്കുന്നത് ഹോപ്പറിലാണ്. ഹോപ്പറിൽ പോകുമ്പോൾ നമുക്ക് താഴെ ഇരിക്കുന്ന പെട്ടിയിൽ റീച്ചാവും, ഫിഷും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്തൊരു മീനിനെ കൊണ്ടിട്ടിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഗൈസ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇന്നൊരു ചെറിയൊരു ഫിഷിംഗ് ഫാർമാണ്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ബായ്. ഞാൻ അതുവരെ കുറച്ച് ഫിഷിങ് ചെയ്യട്ടെ ഗൈസ്.